ഹലോ ഗൈസ്, ഇന്ന് നമ്മളെ എന്നെപ്പോലെ കല്യാണം കഴിച്ച് ബാച്ചിലർ ആയിരിക്കും, അതല്ലെങ്കിൽ കല്യാണം കഴിക്കാതെ ബാച്ചിലർ ആയിരിക്കും, അല്ലെങ്കിൽ ഇതുപോലെ അയ്യോ ഞാൻ ബാച്ചിലറാ. എന്റെ അച്ഛനും ഒരു ബാച്ചിലർ ആയിരുന്നു. അപ്പൊ മുത്തച്ഛനോ? ക്രോണിക് ബാച്ചിലർ. ഫാമിലി മൊത്തം ബാച്ചിലർ ആയിരിക്കുന്നവർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ബീഫ്, ഒരു ബാച്ചിലർ ബീഫ് കറി റെസിപ്പിയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. കണ്ടില്ലേ? ഇതിനുവേണ്ടി ഞാൻ ബീഫ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കുണ്ടാക്കണം. പുറത്ത് പോയി ക്യാഷൊക്കെ കൊടുത്ത് വെറുതെ ആരോഗ്യം കളയുന്നതിനേക്കാൾ നല്ലത് അവിടെ നിന്ന് 1-2 നേരം കഴിക്കുന്ന കാശുണ്ട് നമുക്ക് 4 നേരമോ ചിലപ്പോൾ 6 നേരമൊക്കെ കഴിക്കാൻ പറ്റും. കുറച്ച് സമയം ഒന്ന് ചിലവഴിച്ചാൽ മതി, നമ്മൾ ആരോഗ്യം നന്നാവും, നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ രുചിയോടുകൂടി കഴിക്കുകയും ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകളൊക്കെ ലഭിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷനും എനേബിൾ ചെയ്ത് വെക്കുക. വീഡിയോ എല്ലാ ബാച്ചിലേഴ്സിനും ഷെയർ ചെയ്ത് കൊടുത്തോ, അവരും കറി വെച്ച് പഠിക്കട്ടെ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ബീഫ് കറി ഉണ്ടാക്കുന്നതെന്ന്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജാബിർ വരിക്കോടൻ. ഫേസ് ടൈം എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ കറി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള ബീഫ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. കാണുന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അധികം മൂക്കാത്ത എന്നാൽ അധികം ഇളയതുമില്ലാത്ത ഒരു അടിപൊളി ബീഫാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ്, തക്കാളി, ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി മുതലായവ ഇവിടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ കട്ട് ചെയ്യാനുള്ളത് കട്ട് ചെയ്ത്, അരിയാനുള്ളതിനെ അരിഞ്ഞ്, ചതക്കാനുള്ള ചതച്ചൊക്കെ എടുക്കണം. നമുക്ക് ആ ഒരു പ്രോസസ്സിലേക്ക് കിടക്കാം. അതുപോലെ ഇതിന് ആവശ്യമായ മസാലകളൊക്കെ ഇവിടെയുണ്ട്. ഇതിൽ നിന്ന് ഏതാണ് വേണ്ടത്, അത് ഉപയോഗിക്കുന്ന സമയത്ത് ഓരോന്നും എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം എന്തൊക്കെയാണ് മസാലകൾ ഉപയോഗിച്ചിട്ടുള്ളതെന്നും. നമുക്ക് കട്ടിങ്ങിലേക്ക് കിടക്കാം. കട്ടിംഗ് ബോർഡ്. പിന്നെ പ്രധാനമായിട്ടുള്ളൊരു കാര്യം മറന്നു കേട്ടോ, കുക്കറിലാണ് ഇത് ഉണ്ടാക്കുന്നത്. പ്രഷർ കുക്കർ കുറച്ച് വലുതാണ്, നമുക്ക് ഇതിൻ്റെ ആവശ്യം ഇത്ര വലുതിൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷേ നമ്മുടെ അടുത്തുള്ളത് വലുതായതുകൊണ്ട് ഇതിൽ തന്നെ ഉണ്ടാക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ കാര്യം ഒരു പേരും പഠിക്കണ്ട. അപ്പോൾ ആവശ്യമായ കുക്കർ എടുത്തിട്ടുണ്ട്. പിന്നെ കട്ട് ചെയ്യാനുള്ള നൈഫ് കണ്ടില്ലേ? അത് കഴിഞ്ഞ് അതിനെന്താ വേണ്ടേ, കട്ട് ചെയ്ത് നമുക്ക് ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് മാറ്റണമല്ലോ. അപ്പോൾ അതിനാവശ്യമായ ഒരു പ്ലേറ്റും എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇതിനെ കട്ട് ചെയ്തിട്ട് ഇനി ബാക്കി എന്താ വേണ്ടതെന്ന് നോക്കിയിട്ട് അപ്പം നമുക്ക് പറയാം. അപ്പോൾ കട്ടിങ്ങിലെ ആദ്യത്തെ സാധനം എന്ന് പറയുന്നത് ഈ ഉള്ളിയാണ്. ഇതിന് ഏത് രീതിയിൽ കട്ട് ചെയ്യണം എന്നുള്ളത് വലിയ പ്രാധാന്യമില്ല, എങ്കിലും ഇത് നമുക്ക് ചെറുതായി ഇതേ രീതിയിൽ അരിഞ്ഞെടുക്കാം. ഞാനിവിടെ ചെറിയ 2 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. കാരണം അത്രേ ഇറച്ചിയുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് ചെറിയ 2, വലുതാണെങ്കിൽ 1 മതിയാവും. അപ്പോൾ നമ്മുടെ ഉള്ളി ഇവിടെ അരിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. അപ്പോൾ അതിനെ ഇതിലേക്ക് മാറ്റി വെച്ചു. ഇനി അടുത്തതായി നമുക്ക് കട്ട് ചെയ്യാനുള്ളത് തക്കാളിയാണ്. തക്കാളിയും ചെറിയ സൈസ് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നല്ല നാടൻ തക്കാളിയാണ്. ഇതൊരു ചെറുതായതുകൊണ്ട് തന്നെ ഒരു 5-6 എടുത്തിട്ടുണ്ട്. വലിപ്പത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിനെ മാറ്റാം. അപ്പോൾ ഇതിനെയും ചെറുതായി ഒന്ന് അരിഞ്ഞെടുക്കാം. ഇതേ രീതിയിൽ ചെറുതായി അരിഞ്ഞെടുക്കുക. ഞാനിവിടെ ഒരു 5 തക്കാളിയാണ് അരിഞ്ഞെടുക്കുന്നത്. ചെറിയ തക്കാളിയാണ്. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ കുറച്ച് വലുപ്പം കൂടുതലായിട്ട് കണ്ടേക്കാം, അടുത്തുനിന്ന് എടുക്കുന്നതുകൊണ്ട്. വളരെ ചെറിയ തക്കാളിയാണ്. അതുകൊണ്ട് തന്നെ ഒരു 5 തക്കാളി ഇതേ രീതിയിൽ അരിഞ്ഞെടുത്തു. ഇനി നമുക്ക് കട്ട് ചെയ്യാനുള്ളത് പച്ചമുളകാണ്. പച്ചമുളക് ഇതും ഒരു മീഡിയം സൈസിലാണ്, 1 മാത്രമാണ് വലുതുള്ളത്. അധികം മൂക്കാത്തത് കൊണ്ട് ഇത് കുറച്ച് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ഇത് കൂട്ടും കുറക്കും ചെയ്യാം കേട്ടോ. ഇതേ രീതിയിൽ കട്ട് ചെയ്യാം, അതല്ലെങ്കിൽ ചെറിയതായിട്ട് കട്ട് ചെയ്യാം. അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് അതേ രീതിയിൽ ചെയ്യാവുന്നതാണ്. ഒരു 4-5 എടുത്തിട്ടുണ്ട്. എരി കുറക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറക്കാം, കൂട്ടണമെന്നുണ്ടെങ്കിൽ കൂട്ടുകയും ചെയ്യാം. അതവിടെ സെറ്റായി. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഇഞ്ചി കണ്ടില്ലേ, ഇഞ്ചി ഞാൻ ക്ലീനായി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനെ ജസ്റ്റ് ഒന്ന് നമുക്ക് ഇതേ രീതിയിൽ കട്ട് ചെയ്ത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് എടുക്കണം. എന്നിട്ട് ഇതിനെ ഇതും വെളുത്തുള്ളിയും കൂടിയിട്ട് നന്നായിട്ട് പേസ്റ്റ് ചെയ്തെടുക്കണം. ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ ചെറിയൊരു വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഈ ജാറിലേക്ക് മാറ്റി ഇതിനകത്ത് ഇതിനെ നമുക്ക് നന്നായിട്ട് പേസ്റ്റായിട്ട് എടുക്കണം. അപ്പോൾ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് അധികം വേണം, ഒരു കുറച്ച് 2-3 സ്പൂണ് വെള്ളം ആഡ് ചെയ്തിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഇതോടെ നമ്മുടെ കട്ടിങ്, ചോപ്പിങ്, അതുപോലെ ഗ്രൈൻഡിങ് എല്ലാം ഇവിടെ കഴിഞ്ഞു. ഇനി നമുക്കിതിനെ കുക്ക് ചെയ്തെടുക്കലാണ്. കണ്ടില്ലേ, വളരെ സിമ്പിളാണ്. ഇത്രയേ ഉള്ളൂ സംഗതി. സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും.
ഇനി നമുക്കിതിൻ്റെ എന്താ പറയുക പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. അപ്പോൾ ഇനി ഇത് നമ്മുടെ ഇവിടെ പ്രിപ്പറേഷൻ പ്രോസസ്സാണ്. അപ്പോൾ അതിനുവേണ്ടി ആദ്യം നമ്മുടെ ഈ കുക്കറെടുത്ത് അടുപ്പത്ത് വെച്ച് സ്റ്റവ് കത്തിക്കുകയാണ്. അപ്പോൾ അത് കത്തിച്ച് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. ഓയിൽ നിങ്ങൾക്ക് പാം ഓയിലാവാം, റിഫൈൻഡ് ഓയിലാവാം, അതല്ലെങ്കിൽ കോക്കനട്ട് ഓയിലാവാം. നിങ്ങളുടെ ഓയിൽ ഏതാണോ ഉള്ളത് അതെടുത്ത് ഒഴിക്കുക. എഞ്ചിൻ ഓയിലൊന്നും എടുത്ത് ഒഴിക്കാതിരിക്കുക. അപ്പോൾ ചൂടായി വന്നതിന് ശേഷം കുറച്ച് ഓയിൽ, അധികം വേണ്ട. നമുക്ക് ഈ ഉള്ളിയും അതുപോലെ തക്കാളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിനാവശ്യമായ ഓയിൽ ഒഴിച്ച് കൊടുത്ത് അതിനെ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഈ സാധനമാണ് ഉലുവ എന്ന് പറയുന്നത്. കൃത്യമായിട്ട് കാണുന്നുണ്ടെന്നറിയില്ല, എൻ്റെ മൊബൈൽ കൊള്ളുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ചിട്ട് കൊടുക്കുക. ഒരു പിഞ്ച് മതി കേട്ടോ. അപ്പോൾ ഉലുവ ഇവിടെ നന്നായിട്ട് റോസ്റ്റ് ആവുന്നുണ്ട്. ആ റോസ്റ്റ് ആവുന്ന ഉലുവയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാള കൂടി ഇട്ട് കൊടുക്കുക, അഥവാ ഉള്ളി എന്ന് നമ്മൾ പറയും. സവാള ഇട്ട് കൊടുത്തതിന് ശേഷം അതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നന്നായി ഒന്ന് വാട്ടിയെടുക്കുക. ആ ഉലുവ ഇടുന്നതിന് മുൻപ് നിങ്ങളിതിൻ്റെ ഫ്ലെയിം അല്പം ഒന്ന് കുറച്ച് വെക്കണം കേട്ടോ. ഫുൾ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ ഒറ്റ ഇടലിന് തന്നെ എല്ലാം മൊത്തം കരിഞ്ഞു പോകും. മൊത്തമായിട്ട് കരിയുന്നതിന് മുമ്പ് നമ്മളിതിൻ്റെ ഫ്ലെയിം കുറച്ച് കൊടുത്ത് ഉള്ളി അതിലേക്ക് ഇട്ട് നല്ല രീതിയിൽ വാട്ടിയെടുക്കുക. അപ്പോൾ ഉള്ളി ഇവിടെ നല്ല രീതിയിൽ വാടിയിട്ടുണ്ട്, കുറച്ച് കൂടുതലായിട്ട് വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പേസ്റ്റ് ചെയ്ത് വെച്ച ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിപ്പോൾ ഗ്രൈൻഡറൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറിലേക്ക് മാറ്റി, അവിടെ ഓയിലിൻ്റെ കവറൊക്കെ ഉണ്ടാവുമല്ലോ, അതിലേക്ക് മാറ്റിയിട്ട് നല്ല രീതിയിലൊന്ന് എന്തെങ്കിലും ഉപയോഗിച്ച് ചതച്ചെടുത്താൽ മതി. എൻ്റെ കയ്യിൽ ഇതിൻ്റെ സൗകര്യം ഉണ്ടായതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്തു എന്ന് മാത്രം. എന്നിട്ട് ഇതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുക. വാട്ടിയെടുക്കുമ്പോൾ നമുക്കിതുപോലെ അടിയിൽ ഇങ്ങനെ പിടിക്കുന്നത് കാണാം. അത് വലിയ കാര്യമാക്കേണ്ടതില്ല. നമ്മൾ നെക്സ്റ്റ് പ്രോസസ്സിങ് അതിന് ശരിയായി കിട്ടും. നമുക്ക് കുറച്ച് നേരം ഒന്ന് വാട്ടിയെടുക്കുക. എല്ലാം ഒരു മീഡിയം ഫ്ലെയിമിലായിരിക്കണം. ഉള്ളി കുറച്ച് കൂടിപ്പോയി വാടിയത്, ഇത്ര വാടേണ്ട കാര്യമില്ല. കുഴപ്പമില്ല, നമുക്ക് കഴിക്കാനുള്ളതല്ലേ. അപ്പോൾ ഇതേ രീതിയിലൊന്ന് ജസ്റ്റ് ഒന്ന് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് വാട്ടിയതിന് ശേഷം നമ്മുടെ പച്ചമുളകും തക്കാളിയും അരിഞ്ഞ് വെച്ചത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിനെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി അതേ രീതിയിൽ തന്നെ വാട്ടിയെടുക്കുക. വാട്ടുമ്പോൾ നമുക്ക് ഇവിടെ കാണാം കുറച്ച് ഇതിനിടയിൽ പിടിച്ചു പോയിട്ടുണ്ട്. പിടിച്ചു പോയതൊക്കെ നമ്മളിങ്ങനെ ഇളക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അത് ഇളകി വരുന്നതായിരിക്കും. നമ്മളതിന് മറ്റൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അടി പിടിച്ചു പോയി എന്നുള്ള പേടിയും ഉണ്ടാവേണ്ട കാര്യമില്ല. കണ്ടില്ലേ, എല്ലാം ഇപ്പോൾ വന്നു കഴിഞ്ഞു. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. അപ്പോൾ ഇത് പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ഒന്ന് വാട്ടിയെടുക്കണം. അതുവരെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി വേവിച്ചെടുക്കുക. അപ്പോൾ ഇവിടെ തക്കാളിയും നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിമിൽ അല്പം കുറച്ച് വെച്ച് ഇതിനകത്ത് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ചേർക്കണം, അഥവാ മസാലകൾ ചേർക്കണം. അപ്പം കറിക്ക് ഏറ്റവും ആവശ്യമായ ഒരു സംഗതിയാണ് മഞ്ഞൾപ്പൊടി എന്നുള്ളത്. അതൊരു സ്പൂൺ ഇട്ട് കൊടുക്കാം. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് തന്നെ വെക്കണം, അല്ലെങ്കിൽ നമ്മളിതൊക്കെ ഇട്ട് വരുമ്പോഴേക്കും മൊത്തം കരിഞ്ഞ് പണ്ടാരിറങ്ങും. ഇനി ആവശ്യത്തിന് ഇത് 2 ഓപ്ഷൻസും ഉണ്ട്. ഒന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം, ഇല്ല മുളക് പൊടി ഇല്ലാതെ കുരുമുളക് പൊടിയും കൂട്ടി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് മുളക് പൊടി, കുറച്ച് കളറിന് വേണ്ടി കുറച്ച് ഇട്ട് കൊടുക്കുന്നു. ഇനി മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ തന്നെ വേണം. 2 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് കുറച്ച് ഗരം മസാല ആഡ് ചെയ്യാം. കുറച്ച് ഗരം മസാല. അത് കഴിഞ്ഞ് കുറച്ച് പെപ്പർ പൗഡർ, അഥവാ കുരുമുളക് പൊടി. ഇത് നമ്മൾ തന്നെ പൊടിച്ചെടുത്തതാണ്. അപ്പോൾ അതിന് കുറച്ച് എരിവ് കൂടുതലായിരിക്കും. കടയിൽ നിന്ന് വാങ്ങുന്നതാണെങ്കിൽ എരിവ് കുറവായിരിക്കും. എന്നാലും കഴിയുന്നതും പൊടിച്ച് തന്നെ എടുക്കുക. മുളക് പൊടി കുറച്ചതിനാൽ ഞാൻ പെപ്പർ പൊടി കുറച്ച് കൂട്ടിയിട്ടിട്ടുണ്ട്. നല്ല അത്യാവശ്യത്തിന് എരിവുണ്ടാവും കറി. അപ്പോൾ ഇത്രയും ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കുറഞ്ഞ ഫ്ലെയിമിൽ തന്നെ അല്പനേരം ഇതിനെ ഒന്ന് വേവിച്ചെടുക്കുക. അധികം വേണ്ട, കുറച്ചൊന്ന് സ്മെല്ലൊന്ന് മാറി കിട്ടുന്നത് വരെ ഒന്ന് ഇളക്കി വേവിക്കുക. മസാല ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇളക്കിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ എല്ലാം അടി പിടിച്ചു പോകും. അപ്പോൾ ഇവിടെ എല്ലാം സെറ്റാണ്. ഇനി നമുക്കിതിലേക്ക് മെയിൻ ഐറ്റമായ നമ്മുടെ ബീഫ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബീഫ് ഇതിലേക്ക് ഇട്ടു. ഇനി ഇതിനെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഫ്ലെയിം കൂട്ടിയിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. നിങ്ങൾക്ക് കറി കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂട്ടി കൊടുക്കുക. ഏകദേശം ബീഫിനകത്ത് നമുക്ക് വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും. അപ്പോൾ ഇതൊന്ന് വെന്ത് കഴിയുന്ന സമയത്ത് വെള്ളമൊക്കെ ഇറങ്ങി വരും.
അപ്പോൾ അതൊക്കെ കണക്കിലെടുത്ത് വെള്ളം ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഈ ജാറിനകത്ത് തന്നെ കുറച്ച് വെള്ളം എടുത്ത് ഒഴിക്കുകയാണ്. ഈ ഒരു വേസ്റ്റ് ആകണ്ടെന്ന് കരുതി കുറച്ച് വെള്ളം എടുത്ത് ഒഴിച്ചു. എന്നിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുത്ത് എനിക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള വെള്ളം ഇതിലേക്ക് ഒഴിക്കുകയാണ്. നമുക്ക് 2 ദിവസം കഴിക്കണം. അതിനനുസരിച്ച് വെള്ളം കൂട്ടണം, അല്ലാതെ വേറെ വഴിയില്ലല്ലോ. ഇതൊക്കെയാണ്. അപ്പോൾ ഇനി ഇതിനകത്ത് നമുക്കൊരു മറ്റൊരു പ്രധാന സാധനം ആഡ് ചെയ്യാനുണ്ട്. അത് ആഡ് ചെയ്താലാണ് ഇതിൻ്റെ യഥാർത്ഥ രുചി നമുക്ക് പുറത്ത് വരിക. അപ്പോൾ അതിന് മുൻപ് ഇതിനകത്ത് നമുക്ക് ഉപ്പ് കറക്റ്റായിട്ടുണ്ടോ എന്ന് നോക്കണം. ഉപ്പ് അല്പം കുറവുണ്ട്. അപ്പോൾ അതിന് വേണ്ടി കുറച്ചുകൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നു. കുറച്ച് ഉപ്പ് ഇട്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായ ഏറ്റവും പ്രധാനമായിട്ടുള്ള സാധനമാണ് കറിവേപ്പില എന്നുള്ളത്. ഇത് ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് തന്നെ വേറെ ആയിട്ട് മാറും. അപ്പോൾ ഇതിനെ ഒന്ന് കഴുകിയെടുത്ത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് അല്പം കൂടിയെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. കുറച്ച് കറിവേപ്പില ഇതിലേക്ക് കഴുകി ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പൊക്കെ കറക്റ്റാണോ എന്നുള്ളതൊക്കെ നോക്കിയതിന് ശേഷം കുക്കറിൻ്റെ മൂടിയെടുത്ത് അടച്ചു വെക്കുക. ഇത് അടച്ചു വെച്ച് ഫുൾ ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നവരെ ഫുൾ ഫ്ലെയിമിൽ വെക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ഇറച്ചിയുടെ എന്താ പറയുക സ്ട്രോങ് ഉണ്ടല്ലോ, ആ മൂപ്പ് കൂടുതലാണെങ്കിൽ കുറേ നേരം വേവിക്കണം. ഇളയതാണെങ്കിൽ കുറച്ച് നേരം, മീഡിയം സൈസ് ആണെങ്കിൽ മീഡിയം, ആ ഒരു രീതിയിലായിരിക്കണം വിസിൽ വരേണ്ടത്. അപ്പോൾ ഒരു വിസിലാകുന്നവരെ ഫുൾ ഫ്ലെയിമിൽ വെക്കുക. അതിനുശേഷം ഒരു 4 വിസിൽ മീഡിയം ഫ്ലെയിമിലും വെക്കുക. മീഡിയം അതല്ലെങ്കിൽ മീഡിയമിനേക്കാളും കുറച്ചിട്ട് ഒരു 4, ടോട്ടൽ 5 ഫ്ലെയിം മതിയാവും ഈ ഒരു ഇറച്ചിക്ക്. ഇത് ഓരോ ചില കുക്കറിലാണെങ്കിൽ പെട്ടെന്ന് വിസിൽ വരും. അങ്ങനെയുള്ള കുക്കറുകളുമുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ എന്താ പറയുക വിസിൽ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് കുറച്ച് വിസിലടിച്ചതിന് ശേഷം വെന്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമ്പോൾ അതിൻ്റെ എയർ മൊത്തം പോയതിന് ശേഷം കുക്കർ തുറക്കുക. അല്ലെങ്കിൽ നിങ്ങൾ പരിശോധിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ കൊണ്ടാക്കേണ്ടി വരും. ഒരു വിസിൽ ഫുൾ ഫ്ലെയിമിൽ വേവിക്കുക. ഒരു വിസിലായതിനു ശേഷം ഇതിൻ്റെ തീ അല്പം കുറച്ച് വെച്ച് 4 വിസിൽ മതിയാവും. എന്നാൽ തന്നെ നന്നായിട്ട് വെന്തിട്ടും. ഇനി വേവാത്തതാണെങ്കിൽ വിസിലെല്ലാം പോയതിന് ശേഷം അതിൻ്റെ എയറെല്ലാം ഔട്ടായതിനു ശേഷം, എയർ ഔട്ട് ചെയ്യണമെങ്കിൽ ഇതിനെങ്ങനെ എടുത്തു കഴിഞ്ഞാൽ മതി. എയർ ഔട്ടാവും. മൊത്തമായിട്ട് എടുത്ത് പുറത്ത് വെക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ കൈ പൊള്ളും. അപ്പോൾ എടുത്ത് പുറത്ത് കളയുക. എടുക്കുമ്പോൾ എന്തെങ്കിലും ഇതേ രീതിയിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതിനുശേഷം ഇതിനെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 വിസിലാകുന്നവരെ വെയിറ്റ് ചെയ്യുക. ടോട്ടൽ 5 വിസിലിട്ടോ. 1 ഫുൾ ഫ്ലെയിമിൽ, 4 ലോ ഫ്ലെയിമിൽ. അങ്ങനെ 5 വിസിലായതിനു ശേഷം നമുക്ക് ഇതിനൊന്ന് അഴിച്ച് നോക്കാം. അഴിച്ച് നോക്കിയിട്ട് വെന്തിട്ടുണ്ടോ ഇല്ല എന്ന് പരിശോധിച്ച് വീണ്ടും നമുക്ക് അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് വിസിൽ ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പ്രഷർ കുക്കർ ഇല്ല എന്നുണ്ടെങ്കിലും ഇതേ രീതിയിൽ തന്നെ കുക്ക് ചെയ്യാം. പക്ഷേ നിങ്ങളൊന്ന് മാനുവലായിട്ട് വേവിക്കണമെന്ന് മാത്രം. സാധാരണ ചെമ്പിനകത്ത് നിങ്ങൾക്ക് ഇതേ രീതിയിൽ എല്ലാ പ്രോസസ്സും ഇതേ രീതിയിൽ ചെയ്ത് കുക്കറിൻ്റെ ആ വിസിൽ വരുന്നത് ഒഴിച്ച് ബാക്കിയൊക്കെ നിങ്ങൾക്ക് സെയിം ആണ്. അത് വേവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്ത് വേവിച്ച് കഴിഞ്ഞാൽ അടിയിലൊന്നും പിടിക്കാതെ നിങ്ങൾക്ക് തന്നെ കുക്കറൊന്നും ഇല്ലാതെ തന്നെ കുക്ക് ചെയ്യാൻ സാധിക്കും. നമ്മുടെ കയ്യിൽ ഈ സൗകര്യം ഉണ്ടായതുകൊണ്ട് ചെയ്യുന്നു എന്ന് മാത്രം. അപ്പോൾ അതിനിടയിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. കഴുകിയെടുക്കാനുള്ളത് കഴുകാണ്ട്, അതുപോലെ ഫ്ലോർ ഒന്ന് ക്ലീൻ ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി ഫ്ലോർ ക്ലീനിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ അതുവരെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ ഗായ്സ് ഇവിടെ 5 വിസിൽ ആയി കഴിഞ്ഞു. ഞാനിതിനെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞ് നമുക്കൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് പ്രധാനമായിട്ടുള്ളൊരു കാര്യം വിട്ടുപോയി. ഇതിന് കൂടെ കഴിക്കാനുള്ള ചോറുണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഇന്നൊരു നെയ്ച്ചോറ് ഉണ്ടാക്കാം. ഗീ റൈസ്, സിമ്പിളായിട്ടുള്ള ഗീ റൈസ്. കൂടുതലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇല്ല, കൂടുതൽ ഡെക്കറേഷൻ ഇല്ല. അങ്ങനെയുള്ള സിമ്പിളായിട്ടുള്ളതാണ്. നമുക്ക് കഴിക്കാനില്ല, അപ്പോൾ അത്രയ്ക്ക് മതി. ജസ്റ്റ് ആ ഒരു സാധാരണ വെറുംചോറിൽ നിന്ന് ഒരു മാറ്റം വരുത്തി ചെറിയ രീതിയിലൊരു ഗീ റൈസ്. അപ്പോൾ അതിനാവശ്യമായ പാത്രം എടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് കുറച്ച് ഓയിൽ, വെളിച്ചെണ്ണയാവാം, അതല്ലെങ്കിൽ നെയ്യുണ്ടെങ്കിൽ നെയ്യാവാം. നമുക്ക് നെയ്യിനോട് അത്ര താല്പര്യമില്ലാത്തതുകൊണ്ട് നെയ്യ് വേണ്ട, ഓയിലെടുക്കാം. അതിനുശേഷം കുറച്ച് കറുവപ്പട്ട, അതുപോലെ ഏലക്കി, ഗ്രാമ്പു ഇതിനകത്ത് തന്നെയുണ്ട്, അതും എടുക്കാം. കുറച്ച് മതി, ധാരാളം വേണ്ട. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഉപ്പാണ്, അതും അവിടെയുണ്ട്. ഇനി ഇതിൽ കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. കുരുമുളക് ഇടുന്നവരുണ്ട്, അതുപോലെ ചില ആളുകൾ ജീരകം ഇടും. ചില ആളുകൾ അതിനകത്ത് ക്യാരറ്റോ അതല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങൾ കട്ട് ചെയ്തിടും, ഉള്ളിയൊക്കെ കട്ട് ചെയ്തിടും. ഞാൻ അതൊന്നും ഉപയോഗിക്കുന്നില്ല, സിമ്പിളായിട്ടുള്ളതാണ്. അതുപോലെ മറ്റ് ലീഫുകളൊക്കെ ഇടാറുണ്ട്, ആവശ്യമെങ്കിൽ അതിടാം. പിന്നെ അതിന് ശേഷം ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് അതിനെയൊക്കെ ഡെക്കറേഷൻ ചെയ്യുന്നു. ഞാൻ അതൊന്നും ചെയ്യുന്നില്ല. സിമ്പിളായിട്ട് നമുക്ക് നമ്മളെ ബാച്ചിലർ ടീമല്ലേ, അപ്പോൾ അതിനനുസരിച്ചുള്ളത് ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെയുള്ളതാണ് ഉണ്ടാക്കുന്നത്. 2 ഗ്ലാസ് അരിയാണ് എടുക്കുന്നത്. 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളം. കുറച്ചെടുക്കുക. 4 പൂർണ്ണമായിട്ട് ഒരു 3/4 ആ രീതിയിൽ എടുത്താൽ മതി. ഗീ റൈസ് ആയതുകൊണ്ട് കുറച്ചെടുക്കാം. സാധാരണ റൈസ്, നോർമൽ റൈസ് ആണ്, വൈറ്റ് റൈസ് ആണെങ്കിൽ 4 ഗ്ലാസ് തന്നെ എടുക്കാം. അതുപോലെ ഉപയോഗിക്കുന്നത് സാധാരണ BT റൈസ് ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. അപ്പോൾ ചെമ്പ് വെച്ചു, തീ കൊടുത്തു. വെള്ളമുള്ളതിലാണെങ്കിൽ അതൊക്കെ ഉണങ്ങിയതിന് ശേഷം
അതിലേക്ക് ആവശ്യമായ ഓയിൽ അല്ലെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. കൂടുതലായിട്ട് വേണ്ട, കുറച്ച് മതി നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ളത്. എണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടായതിനു ശേഷം അതിനകത്തേക്ക് കറുവപ്പട്ട, അതുപോലെ ഗ്രാമ്പൂ, ഒരു 4-5 ഗ്രാമ്പൂ, ഒരു കഷ്ണം കറുവപ്പട്ട എടുത്ത് അതിനെ ചെറിയതാക്കിയതാണ്, അത് ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ ചെറിയ ഏലക്കയാണ്, അതുകൊണ്ട് തന്നെ അതിലേക്കൊരു 3-4 ഏലക്ക ഇട്ട് കൊടുക്കുക. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് കുരുമുളക് ഉണ്ട് എങ്കിൽ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഓപ്ഷനാണ് കേട്ടോ, കുരുമുളകൊക്കെ ഓപ്ഷനാണ്, വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇതിൽ നേരത്തെ പറഞ്ഞതുപോലെ പല ഇൻഗ്രീഡിയൻസും ചേർക്കുന്നവരുണ്ട്, ഞാനൊന്നും ചേർക്കുന്നില്ല, ഇത്ര മാത്രമാണ്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഈ ഗ്ലാസ്സിന് 4 ഗ്ലാസ് വെള്ളമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തു, 1 ഗ്ലാസ് ഒഴിച്ചു. ഇനി ബാക്കിയുള്ള 3 ഗ്ലാസ് ഒഴിക്കണം. ഈ ഒരു അളവിനാണ് കേട്ടോ വെള്ളം എടുത്തിട്ടുള്ളത്, ഫുള്ളായിട്ട് നിറച്ചെടുത്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു 4 ഗ്ലാസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ അതുപോലെ പ്രധാനമായിട്ടും മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിനകത്ത് ആവശ്യമായ അരി നമ്മൾ ആദ്യം കഴുകി വാർത്ത് വെക്കുകയോ അതല്ലെങ്കിൽ കഴുകിയ ഉടനെ തന്നെ ഇതിലേക്ക് ഇടുകയോ ചെയ്യണം. വെള്ളം നന്നായിട്ട് വാർത്തെടുക്കണം, അല്ലെങ്കിൽ അതിനുള്ള വെള്ളവും ഇതിലേക്ക് ആഡാവുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളം ഒഴിക്കുന്ന സമയത്ത് കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ വെള്ളം ഇതിലേക്ക് കൂടി ആകുമ്പോൾ കൃത്യമായിട്ടുള്ള അളവാകും. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ചൂടാകുമ്പോഴേക്കും അതല്ലെങ്കിൽ നന്നായിട്ട് തിളക്കുമ്പോഴേക്കും നമുക്ക് അരിയൊക്കെ ശരിയാക്കിയെടുക്കും. അപ്പോൾ ഇവിടെ വെള്ളം നന്നായിട്ട് ചൂടായിട്ടുണ്ട്, അതുപോലെ അരി ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഈ അരി ഇട്ട് കൊടുക്കുകയാണ്. ഇതിൽ വെള്ളം ഒഴിക്കാൻ പാടില്ല കേട്ടോ, അരി പൂർണ്ണമായിട്ട് ഇതിലേക്ക് ഇതേ രീതിയിൽ ഇട്ട് കൊടുക്കുക. അരി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അതിന് ശേഷം ഒരു 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇത് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ അത് ഓപ്ഷനിലാണ്. അതിനുശേഷം ഒന്നുകൂടി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിനെ അടച്ച് വെക്കണം. അടച്ച് വെച്ച് നന്നായി ഇത് തിളച്ച് ഇതിൻ്റെ വെള്ളവും അതുപോലെ ആ ചോറും ഒരേ സമമായിട്ട് വരും. ആ സമയത്ത് നമ്മളിതിനെ ഫുള്ള് ലോ ഫ്ലെയിമിലേക്ക് വെക്കുക. ലോ ഫ്ലെയിമിലേക്ക് വെച്ച് ഒരു 5 മുതൽ 8 മിനിറ്റ് വരെ അത് ഫുൾ ലോ ഫ്ലെയിമിൽ അടച്ചു വെക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് വെള്ളം വറ്റി ദമ്മായി കിട്ടും. നമ്മുടെ ഗീ റൈസും ഇവിടെ റെഡി ആവുന്നതായിരിക്കും. ഇനി നിങ്ങളിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്താലും ഇതേ പ്രോസസ്സ് തന്നെയാണ്, ജസ്റ്റ് ഇൻഗ്രീഡിയൻസ് മാത്രം മാറുന്നു എന്ന് മാത്രം. ഇനി നമുക്കിതിനെ വെന്ത് കിട്ടണം. വെന്ത് കിട്ടിയതിന് ശേഷം നേരത്തെ പറഞ്ഞതുപോലെ അതിനെ ദമ്മിനിടണം, അതാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഗായ്സ് ഇവിടെ നമ്മുടെ വെള്ളവും ചോറും ഒരേ അളവിലായിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കണം. എത്ര കുറച്ച് വെക്കാൻ പറ്റുമോ അത്രയും കുറച്ച് വെച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി ഇതേ രീതിയിലൊന്ന് ദം ചെയ്ത് വെക്കുക. ഇനി ഇതിനെ അടച്ച് നമ്മുടെ കറി എടുത്ത് ഇതിന് മുകളിൽ ഇതേ രീതിയിലൊന്ന് വെച്ചെടുത്ത് കഴിഞ്ഞാൽ മൂപ്പര അവിടെ കടന്ന് ദമ്മായിക്കോളും. ഒരു 5-8 നിമിഷം, അതിൽ കൂടുതൽ ആയിക്കഴിഞ്ഞാൽ അടി പിടിച്ച് കരിഞ്ഞു പോകും. ഫുള്ള് ലോയിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നോക്കുക അടിയിൽ വെള്ളം മൊത്തമായിട്ട് വറ്റിയിട്ടുണ്ടോ എന്നുള്ളത്. വറ്റിയിട്ടില്ല അതിനെ കുറച്ച് നേരം കൂടി ഒന്ന് വെച്ച് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ പണിയെടുക്കാം. ഇത്രയേ ഉള്ളൂ, ഗീ റൈസ് ഉണ്ടാക്കാൻ ഇത്രയേ ഉള്ളൂ പണി, സിമ്പിൾ പരിപാടിയാണ്. ഇനി നമുക്ക് നമ്മുടെ ബീഫ് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. കുക്കറിലെ മുഴുവൻ എയറും പുറത്ത് പോയിട്ടുണ്ട്, കണ്ടില്ലേ, മുഴുവൻ എയറും പുറത്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് തുറന്നെടുക്കാം. ആദ്യം മുഴുവൻ എയർ പുറത്ത് പോയിട്ടുണ്ടോ എന്നുള്ളതൊന്ന് പൊന്തിച്ച് ഇതേ രീതിയിൽ നിങ്ങൾ നോക്കണം കേട്ടോ, അല്ലെങ്കിൽ പണി കിട്ടും. ഇവിടെ തുറന്നു. അപ്പോൾ ഓക്കെയാണ്, വെന്തിട്ടുണ്ട് എന്ന് തോന്നുന്നു. നമുക്ക് ആവശ്യമായ രീതിയിൽ തന്നെ എല്ലാം ഓക്കെയാണ്, കൃത്യമായി വെന്തിട്ടുണ്ട്, ആവശ്യത്തിനനുസരിച്ച് ഗ്രേവിയുണ്ട്, ഓക്കെയാണ്, കറി ഓക്കെയാണ്. ഇനി നമുക്ക് വെന്തിട്ടുണ്ടോ എന്നൊന്ന് പരിശോധിച്ച് നോക്കാം. പീസ് എടുത്തതുപോലെ ഞെക്കി നോക്കിയാൽ വേവ് ഓക്കെയാണ്. വേവ് കുറവുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നുകൂടി 1-2 വിസിലടിക്കുന്നവരെ ഒന്നുകൂടി വേവിക്കാം. നമുക്കിത് ഓക്കെയാണ്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇതേ രീതിയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം, ഓപ്ഷനിലാണ്, നിർബന്ധമില്ല. കൊളസ്ട്രോളൊക്കെ കുറക്കണമെന്നുണ്ടെങ്കിൽ ഓയിൽ നന്നായിട്ട് കുറക്കുക. വേണമെങ്കിൽ ഇനിയും 2 പച്ച കറിവേപ്പില കൂടി ഇതിലേക്ക് ഇടാം. ഞാൻ ഇടുന്നില്ല, ഓൾറെഡി അതിലേക്ക് ഒരുപാട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കി വീണ്ടും ഇതേ രീതിയിൽ അടച്ചു വെക്കുകയാണ്. തണുക്കാൻ വിടരുത്, ഇതേ രീതിയിൽ അടച്ചു വെക്കുക. അപ്പോൾ എല്ലാം ഓക്കെയാണ് ഗൈസ്, ഗീ റൈസും റെഡിയാണ്, അതുപോലെ നമ്മുടെ കറിയും റെഡിയാണ്. കണ്ടില്ലേ, എന്താ സുഖം, എല്ലാ സുഖമുണ്ട്. ഒരു അടിപൊളി ടോയ്സ് ആട്ടോ ഈ ടോയ്സ്. ഇങ്ങനെയുള്ള ഈ ചൂടൊക്കെ നല്ല ശരീരം ചൂടായിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ എന്താ സുഖം. വലിയ കാറ്റൊന്നുമില്ല, എന്നാലും ചെറിയൊരു കാറ്റ് ഇതിൽ വരുന്നുണ്ട്, നല്ല സുഖമുണ്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ കറിയും ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളൊന്ന് റെഡി ആവാനുണ്ട്. അപ്പോൾ അതിനുവേണ്ടി തൽക്കാലം ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ ഏതായാലും ഒറ്റയ്ക്ക് താമസിക്കുന്നവരും കൂട്ടത്തോടെ താമസിക്കുന്നവരൊക്കെ ഈ റെസിപ്പി ഒന്ന് പരീക്ഷിച്ച് നോക്കുക, വളരെ സിമ്പിളാണ്. അപ്പോൾ വീഡിയോ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളും മറ്റ് നിർദ്ദേശങ്ങളും വീഡിയോക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. കഴിവിൻ്റെ പരമാവധി എല്ലാവരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെടുത്ത് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും പുതിയൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക. നന്ദി, നമസ്കാരം.